ഗൈസ്, അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ശങ്കർജി രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ഫാം, അതായത് കുളം വറ്റിച്ചിട്ട് ഫിഷിങ് ചെയ്യുന്നുണ്ട്, ഫിഷ് ഹാർവെസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വ്ലോഗ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാവരും കാണുക. ദൂരത്തെ ഒരാളുണ്ട് കേട്ടോ. ഈ ചങ്ങാതിനെ കണ്ടു പരിചയമുണ്ടോ? ഇവനാണ് ഞാൻ ചോട്ടു എന്ന് വിളിക്കുന്നത്. ആളുടെ നെയിം സഞ്ജിത്ത്, ഫ്രം ബീഹാർ, ആസാമല്ല. അപ്പോൾ പുള്ളിക്കാരൻ ക്യാ കർ രേ? അത് കടുകിൻ്റെ കൃഷിയാണ് കേട്ടോ. ഇവിടുന്ന് സർസു എന്ന് പറയും. ആഹാ, ठीक है. मैं सोचा सरसों उधर से ब्लॉगिंग कर रहे हैं. ब्लॉगिंग नहीं कर रहा था, 2 नंबर गया था. ओ 2 नंबर. ओहो, इतना ओपनली जा रहे हैं. क्या करें, ये अपलोड करेगा, ठीक है? ओके. अरे ओके, चलेगा, दौड़ेगा. ठीक है. चलो, এটা বড় করতে লাগবে. ശങ്കർജി, നമ്മളിതിന് ഡ്രൈ ചെയ്യാൻ പോവാന്ന്. വെള്ളം വറ്റിക്കാൻ പോവാന്ന് കേട്ടോ. ഡ്രൈ അല്ല, സോറി. നൈസായിട്ട് വലയിട്ടിട്ട് മീൻ ഓടിക്കാന്ന്. ഇതിൽ മീനുണ്ട് കേട്ടോ. ഇത് ചെറുതാണ്. മുൻപ് ഇതൊക്കെ മീനല്ല, അത് കച്ചറ കളയുന്നതെന്ന് തോന്നുന്നു അല്ലേ. वो मच्छी पकड़ रहे हैं और कचरा निकाल रहे हैं. मछली पकड़ रहे हैं. मछली पकड़ रहे हैं. ഇപ്പോൾ ഫിഷിങ്. ഓക്കെ, അതിൽ കിട്ടിയോ ഇല്ലയോ എന്ന് ഡൗട്ടാണ്. പോയി നോക്കേണ്ടി വരും. നമുക്ക് നോക്കാം. ഉണ്ട് കേട്ടോ, ചെറുതുണ്ട്. വീഡിയോയിൽ കാണാൻ പറ്റുമോയെന്ന് അറിയില്ല, ബട്ട് അതിൽ ചെറുതുണ്ട്. അങ്ങനെ दूसरा पाइप आया है. वो ഫസ്റ്റ് വാല ആദ്യത്തെ ഇതിന് ഫിക്സ് ആകുന്നില്ല, ഫിറ്റ് ആകുന്നില്ല. രണ്ടാമത്തത് അങ്കിള് എടുത്തു വന്നിട്ടുണ്ട്. ശങ്കർജി അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ശങ്കർജി मोटर स्टार्ट करने के लिए ट्राई कर रहा हूँ. ये केरोसिन में चला रहा है. एक लीवर होगा साइड पे, आप देख रहे हैं. उसमें रोप बांध के खींचेगा. ഓ, ബസ് മേ ഒന്നാമത്തെ തന്നെ മോട്ടർ സ്റ്റാർട്ടായി. അപ്പോൾ ഇതാണ് കാര്യം. ഇവനെ എടുത്തിട്ട് നേരെ അടുത്ത പാടത്തിലേക്ക്. ഓക്കെ, സഞ്ജിത്ത് പണി തുടങ്ങിയിട്ടുണ്ട്. ചോട്ടു, ഞങ്ങളത് വലിച്ചിടാണ്. അവിടുന്ന് വലിയ ഫിഷ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ വലയിടുകയാണ്. छोटू भी मछली पकड़ रहे हैं. वो हाथ से पकड़ने के लिए कोशिश कर रहा हूँ. मिल गया. सच में? अरे उसको भी मिल गया. बाम है. बाम वो लेके आ गया. वो आसान है. पाम मारना തോന്നുന്നു. स्नेक है क्या? स्नेक है क्या? बाम है ना? बाम. उसको कहाँ रखना है? तो साइड में रखिए ना. उसमें कुछ करता है क्या? अरे डर लगता है कि नहीं लगता है. कोई टाइम मस्त करता है. आरोधी तो सिखानी आज ഇപ്പോൾ ചോട്ട് പിടിച്ച സാധനം. കാണുമ്പോൾ പാമ്പ് പോലെ ഉണ്ട് കേട്ടോ. അപ്രത്യക്ഷമായി തിരിച്ചു വന്നിട്ടുണ്ട്. ഓ, इसमें बहुत है. ये दादा, इसका ये मच्छी का नाम क्या है? ये मोआ. ഇതിൻ്റെ
മുവ എന്ന് പറയുന്നത് ഓ 2-3 ഐറ്റം ഉണ്ട് കേട്ടോ. തൊട്ടി മുവ വേറെ 2 പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വലിയ ഫിഷ് ഉണ്ട്. ഫിഷിങ് നെറ്റിൽ നിന്ന് ഇട്ടതാണ് വലയിട്ടപ്പോൾ. ആശാൻ വലയിടുന്നത് ഇപ്പോൾ കാണിച്ചു തരാം. ആശാൻ വലയിടുന്നത് കണ്ടോ. അവിടുത്തെ വെള്ളത്തിൻ്റെ കളറ് വീഡിയോ ഒന്ന് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല ഡാർക്ക് റെഡ് കളർ ഫ്ലോട്ടിങ് ആണ് കേട്ടോ. സാധനം ഇതൊക്കെയാണ്. ചോട്ട് അപ്പുറത്തുനിന്ന് മത്സരിക്കുന്നുണ്ട്. ഇതാ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. മത്സ്യങ്ങളൊക്കെ തുള്ളിക്കളിക്കുന്നത് കണ്ടോ. छोटू हाथ से लेके दिखाइए. हाँ ओपन करने के टाइम वेले वेले फिश के कटे मुंह में चला गया. അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ്. ഇതിനെ ഇനി എങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കും? പുള്ളിക്കാരനെടുത്തോട്ടോ. ചോട്ടു കൈയൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് yes. বড় ডান তালে না কি ফাটা পানি থাকে না পানি থাকে না. छोटू को छोटा सा प्रॉन्स मिल गया. उस तरफ वो पूरा फ्लोटिंग जो हो रहा है पूरा लाल लाल. അവിടുത്തെ ആ സൈഡിലുള്ള വെള്ളം കംപ്ലീറ്റ് റെഡ് ആണ് കേട്ടോ. അതെന്തോ पानी का वो लाल नहीं है, उसके ऊपर एक लाल कलर का काई है. കായ് काई ഓ പാനി നെയ്യ്. വെള്ളത്തിൻ്റെ മുകളിൽ എന്തോ പായൽ പോലത്തെ ഐറ്റമാണ് കേട്ടോ അത്. ആള് വലയിടാൻ പോവാണ്. ഓ വല വീശിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെയാണ് വല വീശുന്നത്. വലയുടെ കൂടെ മത്സ്യത്തിൻ്റെ കൂടെ ഒരു ചളിയും കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചളിയുണ്ട്. ഓൾറെഡി മണ്ണ് കലങ്ങിയതാണ്. വെള്ളം.
यस छोटू को काम बड़ा मछली छोटा मछली पूरा सॉर्ट आउट करके फिल्टर करके रखना है वो है पर छोटू छोटा सा डर लग रहा है वो उसको मछ को पकड़ने के लिए मीने പിടിക്കാൻ വേണ്ടി ആക്ക് നല്ല അതാ വീണ്ടും കിട്ടിയിട്ടുണ്ട് मुझे आइडिया नहीं है वो कौन सा फिश है अब बोले इधर वेराइटी फिश ആണ് കേട്ടോ सॉफ्ट है ओ अच्छा लग रहा है क्या ऐसा पकड़ के ओ रात में किसी दारू के साथ में जाएगा हाँ हाँ ओके हाँ उड़ाइए ना ये इसमें देखिए दूसरा साइड में बहुत बड़ा बड़ा मिला है ये छोटू का ये छोटू पकड़ा है ये कौन सा है रोहू है नहीं है ना हाँ वो ബ്ലാക്ക് ഫിഷ് किधर है हमारा നമ്മളെ നാട്ടിൽ കരിമീനാണോ എനിക്കൊരു സംശയമുണ്ട് കേട്ടോ അത് നിങ്ങൾ കണ്ടിട്ട് പറയണോ ये वो കരിമീൻ जैसे था ना जो छोटा वाला काटा काटा हाँ काटेगा ना नहीं मिलेगा ना नहीं वो काटेगा നമ്മുടെ ഒരു ഐറ്റം ഉണ്ട് അത് കരിമീൻ പോലെ കാണാൻ നിൽക്കുന്നത് ഇതാ ഈ ഐറ്റം ഇത് കരിമീനാണോ നോക്കിയിട്ട് പറയണേ മിസ്സായി ओके देखिए गाइस कितना बड़ा है ओह शंकर जी मच के साथ खेल रहे हैं कौन जीतेगा ഞാനും ഇറങ്ങുവാണ് ഗൈസ് स्लिपरी शंकर भाई तो बकेट भी रख के हमें पकड़ने के लिए पूरा तैयारी किया है इसमें भी है पकड़ने वाला दिखाऊंगा हाँ अभी अभी शंकर जी का मास परफॉर्मेंस सबको दिखाएगा ये छोटू भी अभी कंपटीशन में संजीत दोनों के बीच में एक कंपटीशन अभी आएगा चालू करेगा हाँ सबसे बड़ा वाला पकड़ेगा हाँ वो ही देखना है एक और कॉम्पिटिटर है बच्चा है एक भी नहीं आ रहा है उधर ही है आपका पैर का नीचे है अभी तक एक भी पकड़ एक भी पकड़ लिया हाँ बीच में पकड़ेगा ना बीच में शंकर भाई मार देखिए चला गया नहीं ओ ऊपर चलो इधर से पानी गंदा मत करो इधर साइड पे रखो शंकर जी थोड़ा थोड़ा जो कैसे पकड़ना है ये पूरा ट्रेनिंग दे रहे हैं छोटू को फिर भी छोटू थोड़ा सा फिर भी पकड़ शंकर जी एक और पकड़ा है नहीं मिला नहीं ऊपर ही चला आएगा तो पानी गंदा मत करो ऊपर ऐसे ही भाग के आएगा ओके मिल गए तो जी आपका सामने 3 है आएगा अपने आप ही मेरा पास आएगा हाँ। भागने का जरूरत नहीं शंकर जी इतना कॉन्फिडेंस में बोल रहा हूँ तो अभी इधर छोटू जीतेगा और शंकर भाई जीतेगा वो है क्वेश्चन छोटू ऑलरेडी मैं जीत चुका हूँ हाँ एक बड़ा वाला पकड़ लिया फिर भी था छोटू पकड़ कितना छोटू के पास आ रहा है फिर भी नहीं ഇവിടുത്തെ വെള്ളം എന്ന് പറയുമ്പോൾ ഏകദേശം ഇതേ കളർ തന്നെ ആയിരിക്കും കേട്ടോ നമ്മളൊക്കെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നത് ഫിൽറ്റേർഡ് है ना शंकर जी इधर का पानी ऑलमोस्ट यही कलर आएगा ना
ആ कलर ऐसा हो गया। ആ ആ ആ ഓക്കെ. സോ അതാണ് കാര്യം. ഞാൻ പറഞ്ഞില്ല ഒരു റെഡ് കളറ് അത് അങ്ങ് അവിടെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, പായൽ പോലത്തെ ഒരു ഐറ്റാണ്. छोटू का पैर का नीचे से बहुत जा रहा है, फिर भी छोटू नहीं देख रहा हूँ. शंकर जी भी वो लोग हमारे पास खुद दौड़ के आएगा। भाग रहा है। भाग रहे. शंकर जी को डर के भाग रहे सब अभी. ഐറ്റം കാണിച്ചു തരാം കേട്ടോ, കരിമീൻ പിടിച്ചതിൽ. ഓക്കെ, ഇത് കരിമീൻ തന്നെയാണോ എനിക്കൊരു സംശയമുണ്ട്. കരിമീൻ പോയേനാ ബ്ലാക്ക് കളർ കാ. വേറെ വേറെ ഏതെങ്കിലും ആണെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ. सेम डिजाइन सेम है। सेम ही है. छोटा बड़ा। हमारे उधर उतना पतला. आप लोग का इधर इतना बड़ा बड़ा होता है, हम लोग का इधर नहीं, ये बहुत बड़ा है ऐसा मुझे. ये बहुत बड़ा है। हाँ, इधर का ये आ गया. अभी आज का प्लान जो पकड़ा है आज बंद करेगा. ബാക്കി ഫിഷിംഗ് നെക്സ്റ്റ് വീക്ക് के പ്ലാനിങ്. അടുത്ത ആഴ്ച ബാക്കിയുള്ളത് അടുത്ത ആഴ്ചയാണ്. കാരണം ഈ പിടിച്ചത് ഒരു മാർക്കറ്റിൽ സെയിൽ ചെയ്യും. और उसका पूरा वीडियो देखने के लिए सब्सक्राइब कीजिए। उसका पूरा वीडियो देखने के लिए हाँ സബ്സ്ക്രൈബ്. ഗൈസ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് കംപ്ലീറ്റ് ജമന്തി തോട്ടോ അല്ലെങ്കിൽ ചെണ്ടുമല്ലി തോട്ടമൊന്നുമല്ല. ഇത് ആസാമിൽ വിളഞ്ഞു കിടക്കുന്ന കടുക് പാടാണ്. പിന്നെ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാനുണ്ട്. മെക്കാനിക്കൽ എൻജിനീയേഴ്സിനും ഇൻസ്ട്രുമെൻറ്റേഷൻ എൻജിനീയേഴ്സിനും വേക്കൻസി ഉണ്ട്. 1-2 ഇയേഴ്സ് കോൺട്രാക്ച്വലാണ് ആസാമിലെ റിഫൈനറിയിൽ. അപ്പോൾ അതിന് കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല രീതിയിൽ സാലറി പാക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും ഇൻഫർമേഷൻ ആവശ്യമാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി. മിനിമം 1-2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള മെക്കാനിക്കൽ എൻജിനീയേഴ്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ എൻജിനീയേഴ്സ്, അത് ഓയിൽ ആൻഡ് ഗ്യാസ് റിഫൈനറിയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓൾമോസ്റ്റ് 75K പ്ലസ് സാലറി ഉണ്ട്. ഇപ്പോൾ ഇൻ്റർവ്യൂസൊക്കെ 4 കൈൻഡ് ഓഫ് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഒന്ന് ടെലിഫോണിക് ആയിരിക്കും, പിന്നെ റെസ്യൂം ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ടെലിഫോണിക് ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷം ഇൻ്റർവ്യൂ പാനലിൻ്റെ ഇൻ്റർവ്യൂ. അതിൽ നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ, ഓക്കെ ആണെങ്കിൽ 75K to 1 lakh വരെ മന്ത്ലി പാക്കേജ് ഉണ്ടാവും. താങ്ക് യു.